ഇസ്ലാം കവാടം അനന്തരാവകാശ കാൽക്കുലേറ്റർ. നവസാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെ അറിയാനും പഠിക്കാനും അവസരമൊരുക്കുന്ന മലയാളത്തിലെ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറിയാണ് ഇസ്ലാം കവാടം. 2021 മുതൽ മലയാളത്തിലെ ഇസ്ലാമിക റഫറൻസായി കവാടം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിനെ ആധികാരികമായും ലളിതമായും പരിചയപ്പെടുത്തുന്നതോടൊപ്പം വായനക്കാർക്ക് ഇസ്ലാമിക മേഖലയിൽ പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ സമ്മാനിക്കുവാനും കവാടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2022 ഇസ്ലാം കവാടം പുറത്തിറക്കിയ സക്കാത്ത് കാൽക്കുലേറ്റർ 10,000 വിശ്വാസികൾക്ക് എളുപ്പത്തിൽ സക്കാത്ത് കണക്ക് കൂട്ടുവാനും നൽകുവാനും സഹായകമായിട്ടുണ്ട്. കർമ്മപാതയിൽ 4 വർഷം പിന്നിടുമ്പോൾ വായനക്കാർക്ക് നവ്യാനുഭവം സമ്മാനിച്ച് ഇസ്ലാം കവാടം അനന്തരാവകാശ കാൽക്കുലേറ്റർ പുറത്തിറക്കുകയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സമ്പത്ത് എന്തു ചെയ്യണം? അവകാശികൾ ആരാണ്? ഓരോ അവകാശിക്കും ലഭിക്കുന്ന സ്വത്ത് എത്ര? എങ്ങനെ സ്വത്ത് ഭാഗിക്കണം? ഇതിനുവേണ്ടി ആരെ സമീപിക്കും? ഇത്തരം അനേകം ചോദ്യങ്ങൾക്ക് കവാടം അനന്തരാവകാശ കാൽക്കുലേറ്റർ പരിഹാരമാവുകയാണ്. വിജ്ഞാനത്തിൻ്റെ പകുതിയാണ് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച അനന്തരാവകാശ നിയമങ്ങൾ സാധാരണക്കാർക്കും ലളിതമായി കണക്ക് കൂട്ടാൻ കഴിയുന്ന രീതിയിലാണ് കാൽക്കുലേറ്റർ സംവിധാനിച്ചിരിക്കുന്നത്. inheritance.islamkavadam.com എന്ന ലിങ്കിലൂടെ ഇസ്ലാം കവാടം അനന്തരാവകാശ കാൽക്കുലേറ്ററിൽ എത്താവുന്നതാണ്. ലിങ്കിൽ പ്രവേശിച്ചാൽ കാൽക്കുലേറ്ററിനെ കുറിച്ചുള്ള ആമുഖമാണ് വായനക്കാരെ സ്വാഗതം ചെയ്യുക. ആമുഖം വായിച്ച് അടുത്ത പേജിലേക്ക് കടക്കുന്നതോടെ അനന്തരാവകാശ നിയമങ്ങളുടെ അടിസ്ഥാനമായി ഖുർആനിൽ വിശേഷിപ്പിക്കപ്പെട്ട ആയത്ത് കാണാം. തുടർന്ന് വരുന്ന തുടങ്ങാം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഉപയോക്താവ് അനന്തരാവകാശ കാൽക്കുലേറ്ററിൽ പ്രവേശിക്കും. മരണപ്പെട്ട വ്യക്തിയാര് എന്നതാണ് പ്രഥമമായി ഉപയോക്താവ് നൽകേണ്ടത്. അതിനനുസരിച്ചാണ് അവകാശികളുടെ ലിസ്റ്റ് തുടർന്നു വരിക. മരണപ്പെട്ടതാര് എന്ന് നൽകിയാൽ അടുത്ത വിൻഡോയിൽ അവകാശികളുടെ ഒരു ലിസ്റ്റ് തെളിഞ്ഞു വരും. മരണപ്പെട്ട വ്യക്തിയുടെ ജീവിക്കുന്ന അവകാശികൾ ആരൊക്കെയെന്ന് കാണിച്ചാൽ ഓരോരുത്തർക്കും ലഭിക്കാവുന്ന ഓഹരികൾ തെളിഞ്ഞു വരുന്ന തരത്തിലാണ് കാൽക്കുലേറ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അർഹതയില്ലാത്ത അവകാശികളെ തിരഞ്ഞെടുത്താൽ അവർക്ക് അവകാശം കാണിക്കുന്നതല്ല. ജീവിച്ചിരിക്കുന്ന അവകാശികളെ അടയാളപ്പെടുത്തിയ ശേഷം കണക്ക് കൂട്ടാം എന്ന ബട്ടണിൽ അമർത്തിയാൽ ഓരോരുത്തർക്കുമുള്ള വിഹിതം എത്രയാണെന്ന് മനസ്സിലാക്കാം. മരണപ്പെട്ട വ്യക്തിയുടെ ആസ്തി രൂപയിൽ നൽകിയും അല്ലാതെയും കണക്ക് കൂട്ടാൻ കാൽക്കുലേറ്ററിൽ സംവിധാനമുണ്ട്. ഓഹരികൾ, അവകാശികൾ, വിവിധ മസ്അലകൾ എന്നിവ അറിയാൻ വേണ്ടി കൂടുതൽ അറിയാം എന്ന ബട്ടൺ അമർത്താവുന്നതാണ്. ഓഹരി ലഭിക്കുന്ന അവകാശികൾ, അവരുടെ എണ്ണം, ഒരാൾക്ക് ലഭിക്കുന്ന ഓഹരി, അവകാശികളുടെ എണ്ണത്തിനനുസരിച്ച് ഒരു വിഭാഗം അവകാശികൾക്ക് ലഭിക്കുന്ന ആകെ ഓഹരി, ലഭിക്കുന്ന ഓഹരിയുടെ ശതമാനം എന്നിവയാണ് റിസൾട്ട് പേജിൽ നൽകിയിട്ടുള്ളത്. തിരിച്ചു പോവുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിലവിൽ നൽകിയ ഓഹരികൾ തിരുത്തി വീണ്ടും കണക്ക് കൂട്ടാൻ കഴിയും. റിസൾട്ട് പേജിലെ ക്ലിയർ ചെയ്യുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഉപയോക്താവിന് പുതിയ കണക്കുകൾ നൽകുവാനും പരിശോധിക്കുവാനും കഴിയും. ലഭിച്ചിട്ടുള്ള റിസൾട്ട് പേജ് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുവാനും സേവ് ചെയ്യുവാനും വേണ്ടി പ്രിന്റ് ബട്ടൺ കൂടി റിസൾട്ട് പേജിൽ ഒരുക്കിയിട്ടുണ്ട്. ഖുർആൻ ആയത്തുകളെയും സ്വഹീഹായ ഹദീസുകളെയും അവലംബിച്ച് തയ്യാറാക്കിയ ഈ സംവിധാനം എല്ലാവർക്കും ഉപയോഗപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ